जन यमुनतिरावनचारी जयो राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी यशोदनंदन ब्रज जन रंजन यमुनतिरावनचारी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवसादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे ओम ज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुं मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदानि वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश श्रीरूपं सागरजातं सगणरघुनाथानितं तं सजीव साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखानिधांश ये कृष्णकरुणा सिन्धु दीनबन्धु जगत्पते गोपीश गोपिका कान्त राधा कान्त नमस्तु तप्त काञ्चन गौरङ्गी राधे वृन्दावनेश्वरी शपानसुदे देवी प्रणमामि हरिप्रिय जयदां सुरदुपङ्गिर्ममदेर्गतिमः सर्वसपादाम्बुजो राधा मदन मोहन दिव्याद्वृन्दारण्यकल्पद्रुमदा श्रीमद्रत्नागार सिंहासनस्थो श्रीमद् राधा शील गोविन्द देवो पृष्ठालविसेव्यमानो स्मरामि श्रीमान् रासारसावंशीवरतरसदकर्षार्वेणुर्सवेर्गोविगोविनाथश्रियस्तुन तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरि शभामि सुरे देवी प्रणमामि हरिप्रिये अपराधसहस्राणि क्रियन्ते अर्मिसमायुधासोऽहं मत्वा क्षमस्वामी मधुसूदन संसारसागरे गौरे पिदमां शरणागतं सर्वैः विमुक्तो गुरुराधे सुरेशरी महाभावा स्वरूपत्वं कृष्णप्रिया वरियासि प्रेम भक्ति प्रदे देवी राधिकत्व नमाम्यहं प्रेम भक्ति प्रदे देवी राधिकत्व नमाम्यहं प्रेम भक्ति प्रदे देवी राधिकत्व नमाम्यहम् नारायण नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भक्तिमैश्वरी मूकं करोति वाचालं भङ्गुं लङ्घयते गिरिं यत्कृपादमहं वन्दे परमानन्दमाधवं श्रीगुरुदिनतारणं श्रीचैतन्य ईश्वरम् ॐ शाकल्पतरुभ्यश्च कृपासिन्धुभ्यः पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम सत्सत श्रील प्रभुपाद की जय गुरुदेव की जय पिताय गौर प्रभाതന്റെ എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ പ്രണാമം ഹരിഹരി ഹരി ബോൾ എല്ലാവരും നിങ്ങളുടെ എല്ലാം ആഗ്രഹിക്കുന്നു ഹരേ കൃഷ്ണ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം എന്തെങ്കിലും പറയാൻ നിങ്ങളുടെ കൃപയുണ്ടെങ്കിലേ പറ്റുള്ളൂ ഹരി ഹരേ കൃഷ്ണ ജയ് ഭാഗവതം ഇന്നത്തെ ഭാഗവത പ്രഭാഷണം ശ്രീമദ് ഭാഗവതത്തിലെ കുന്തി ദേവിയുടെ പ്രാർത്ഥനകളിൽ നിന്ന് 47ാമത്തെ ശ്ലോകം 1-8-47 ആഹ രാജ ധർമ്മസുതചിന്തയൻ സുഹൃദാം വധം പ്രാകൃതേനാത്മന വിപ്രഹ സ്നേഹമോഹവശം ഗതഃ ആഹ രാജാ ധർമ്മസ്തുതിചിന്തയൻ സുഹൃദാം വധം പ്രാകൃതേനാത്മനാ വിപ്രഹ സ്നേഹമോഹവശം ഗതഃ ആഹ രാജാ ധർമ്മസുതചിന്തയൻ സുഹൃദാം വധം പ്രാകൃതേനാത്മാനാം വിപ്രഹ സ്നേഹമോഹവംശം ഗതഃ. ഹരേ കൃഷ്ണ. ആർക്ക് വായിക്കാറുണ്ടെങ്കിൽ രണ്ടുപേർക്ക് വായിക്കാം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ആഹ രാജാ ധർമ്മസുതചിന്തയൻ സുഹൃതാംബധം പ്രാകൃതേനാത്മനാ വിപ്രാ സ്നേഹമോഹവശം ഗതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദ് ജി. പ്രഭുപാദിന്റെ പദാനുപദ തർജ്ജമ എല്ലാവരും ശ്രദ്ധയോട് കേൾക്കുക. ആഹ കഥിച്ചു. രാജാവ് യുധിഷ്ഠിരൻ ധർമ്മസുത ധർമ്മരാജാവിന്റെ പുത്രൻ യമരാജാവിന്റെ പുത്രൻ ചിന്തയൻ വിചാരിച്ചുകൊണ്ട് സുഹൃതാം സുഹൃത്തുക്കളുടെ വധം പ്രാകൃതേന ഭൗതിക ഭാവനകളിൽ മാത്രം ആത്മാവിനാൽ വിപ്ര അല്ലയോ ബ്രാഹ്മണ സ്നേഹം മോഹ വ്യാമോഹം വശം വികാരങ്ങൾ ഇളക്കിവിട്ട് ആത്മനിയന്ത്രണം നശിക്കപ്പെടുകയാൽ ഗതഹ ഒരവസ്ഥയിൽ നിന്നും വേറൊരു അവസ്ഥയെ പ്രാപിച്ച ശേഷം. ശീല പ്രഭുപാദിക്ക് ജയ്. ശീല ഗുരുദേവിക്ക് ജയ്. തായ്പോല പ്രമാണിന്റെ പഞ്ചതത്വാക്ക് ജയ്. നരസിംഹവാണിക്ക് ജയ്. ഹരേ കൃഷ്ണ. ഇവിടെ വിവർത്തനം ശീല പ്രഭുപാദിക്ക് ജയ്. യമധർമ്മ രാജാവിന്റെ പുത്രനായ യുധിഷ്ഠിരാജൻ ബന്ധുമിത്രാദികളുടെ വിയോഗത്തിൽ ആകുലനായി സാധാരണ മനുഷ്യരെ പോലെ അത്യധികം വേദനിച്ചു. ഈ ശ്ലോകത്തിന്റെ രത്ന ചുരുക്കമാണിത്. അതായത് ഇത്രയും ശ്രേഷ്ഠമായ അറിവുള്ള, സത്യത്തിൽ ഇത് യുധിഷ്ഠിരന് വേണ്ടിയല്ല, നാം ഓരോരുത്തർക്കും വേണ്ടിയാണ്. അദ്ദേഹം ഒരു ഇൻസ്ട്രുമെന്റ് ആകുന്നേ. എപ്രകാരം അർജുനൻ ഇൻസ്ട്രുമെന്റ് ആകുന്നു അപ്രകാരം ഇവിടെ ആയിരുന്നു. കാരണം യമധർമ്മ രാജാവിന്റെ പുത്രനായ, അപ്പം സത്യസന്ധനാണ് യമധർമ്മ രാജാവ്, അത്രത്തോളം അദ്ദേഹത്തിന്റെ പുത്രനാണ്. അപ്പോൾ യുധിഷ്ഠിരനും അത്രത്തോളം സത്യസന്ധനാണ്. എന്നാൽ തന്റെ ബന്ധുമിത്രാദികളുടെ എല്ലാം മരണത്തിനൊക്കെ കാരണം താനാണെന്നുള്ള ഒരു ചിന്താധാര അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉടലെടുത്തു. അത് കാരണം ആവശ്യമില്ലാത്ത ബന്ധനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നുള്ള ഒരു അറിവ് ഇവിടെ ഈ ശ്ലോകത്തിൽ കൂടി നമുക്ക് തരുന്നു. അല്ലയോ മുനിമാരെ, അങ്ങനെ സ്നേഹത്തിന്റെ മായയാൽ മതിവിഭ്രമത്തിലായ യുധിഷ്ഠിര രാജാവ് ശോകാധിക്യത്താൽ ഇപ്രകാരം വിലപിച്ചു. അപ്പം സ്നേഹമാകുന്ന ശരിക്കുള്ള ഭൗതിക ലോകത്തുള്ള സ്നേഹം ലെസ്റ്റാണ്. ആത്മീയ ലോകത്തിലുള്ള സ്നേഹമാണ് യഥാർത്ഥ ആത്മീയ സ്നേഹം. അതാണ് യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ലവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് യുധിഷ്ഠിര മഹാരാജ് അങ്ങനെ ആകാൻ കാരണം അദ്ദേഹം ഈ അർജുനൻ മാതിരി നല്ലൊരു സ്വാത്വിക ജീവാത്മാവാണ്. തന്നെയുമല്ല വളരെയധികം സത്യസന്ധനാണ്. എന്നാൽ ഇവിടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു അവസരം, ഇങ്ങനെ ഒരു അവസ്ഥ സംവിധാനം ചെയ്യുന്നത് കൃഷ്ണ ഭഗവാനാണ്. കാരണം അദ്ദേഹത്തിന് മഹാഭക്തനായ ഭീഷ്മ പിതാമഹന് ഒരു അവസരം കൊടുക്കാനാണ്. ലോകത്തിലെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ഭീഷ്മ പിതാമഹനാണ്. അപ്പൊ അദ്ദേഹം ശരിക്കും ഉപദേശം കൊടുക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ വലിയ ഒരു പ്രശ്നത്തിന്റെ നടുവിലാണ് അർജുനൻ ഇരുന്നത്. അപ്പൊ അർജുനനെ കൺവിൻസ് ചെയ്യുവാൻ സാധിച്ച ഭഗവാൻ ശ്രീകൃഷ്ണന് എന്തുകൊണ്ട് യുധിഷ്ഠിര മഹാരാജിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ല എന്നൊരു കാര്യം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. കാരണം ഇങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന്റെ മഹാഭക്തന് കൊടുക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഇവിടെ അർജുനന് എല്ലാ ക്രെഡിറ്റും ഭഗവാൻ കൊടുക്കുന്നു. പക്ഷെ യുദ്ധം ശരിക്ക് ചെയ്തത് കൃഷ്ണനാണ്. അപ്രകാരം ഇവിടെ ഭീഷ്മ പിതാമഹന് എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നു. അദ്ദേഹം തൻ്റെ അരുമ ശിഷ്യനായ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ വൈസ് ചാൻസലർ എന്ന് പറഞ്ഞാൽ ഭീഷ്മ പിതാമഹൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി വിവർത്തനം നോക്കാം. യുധിഷ്ഠിര രാജാവ് ഒരു സാധാരണ മനുഷ്യനെ പോലെ ദുഃഖാലനായി തീരുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തതാണെങ്കിൽ തന്നെയും അദ്ദേഹം ഭഗവതുച്ഛയ്ക്ക് വശംവദനായി സാംസാരിക ബന്ധങ്ങളിൽ സ്വയം വ്യാമോഹിതനായി തീർന്നു. അർജുനൻ അവിവ്യക്തമായ മിഥ്യാവബോധത്തിലായ പോലെ ഇവിടെ ജീവാത്മാവ്
ശരീരമോ മനസ്സോ അല്ല. അപ്പൊ ഇവിടെ ഒരു ജീവാത്മാവ് ശരീരമല്ല, മനസ്സല്ല. ഇത് ഭഗവാന്റെ അംശമായ ആത്മാവാണ്. അതിനെ ആർക്കും വധിക്കുവാനോ മുറിക്കുവാനോ കൊല്ലാനോ നനയ്ക്കുവാനോ ഒന്നും പറ്റത്തില്ല എന്നുള്ള വസ്തുത വീണ്ടും ഭഗവാൻ ഇവിടെ എടുത്തു കാണിക്കുന്നു. അപ്പോ മനസ്സോലെ എന്നാൽ അത് ജീവിതത്തിന്റെ ഭൗതിക ധാരണകൾക്ക് അതീതമാണെന്ന് വിവേചന ശക്തി ഉള്ള ഒരു വ്യക്തിക്ക് ശരിക്കും മനസ്സിലാകുന്നു. അപ്പോൾ വിവേചന ശക്തിയായ ഒരു വ്യക്തി ഇത് മനസ്സിലാക്കി എടുക്കണമെന്നുള്ള ഒരു ഒരു അറിവ് കൂടി ഇവിടെ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് തരുന്നു. ശരീരത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു വ്യക്തി ഹിംസയും അഹിംസയും സംബന്ധിച്ച് ചിന്തിക്കുന്നു. എന്നാൽ അത് ഒരു തരത്തിലുള്ള മതിവിഭ്രമമാകുന്നു. അപ്പൊ ഒരാൾക്കും ഒരാളെയും വധിക്കാൻ പറ്റില്ല, എന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യുദ്ധക്കളത്തിലെ യോദ്ധാവ് എത്ര പേരെ വധിക്കുന്നു അത്രത്തോളം അദ്ദേഹത്തിന് പരമവീരചക്രവും അതുപോലുള്ള മെഡൽ ഇത്യാദികൾ കൊടുക്കുന്നു. എന്നാൽ അദ്ദേഹം ജോലി കഴിഞ്ഞ് അദ്ദേഹം സ്വന്തം നാട്ടിൽ വന്നാൽ ഒരാളെ വധിക്കുകയാണെങ്കിൽ ശിക്ഷയും കിട്ടുന്നു. കാരണം ഓർഡറാണ്. അപ്പം ഇതില് അതുകൊണ്ടാ പറയുന്നത് ഓർഡർ ചെയ്യുന്ന ആളിനാണ് ഈ പാപമെല്ലാം ചെന്നെത്തുന്നത്. പക്ഷെ ഇവിടെ ധർമ്മയുദ്ധത്തിന് ഓർഡർ ചെയ്ത ഭഗവാനാണ്. ഭഗവാൻ അവിടെ വല്ല പാപം ഏൽക്കുമോ? ഇല്ല. ആയതിനാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ചിന്താധാരകൾക്ക് ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല യുധിഷ്ഠിര എന്ന് ഭഗവാൻ പറയുന്നു. അപ്പം പ്രതിയോഗി ആര് തന്നെയായാലും ശരി, ശരിയായ കാരണത്തിനായി യുദ്ധം ചെയ്യാൻ ഒരു ക്ഷത്രിയന്റെ ബാധ്യസ്ഥതയാണ്. അപ്പോൾ ക്ഷത്രിയ ധർമ്മം പ്രതിയോഗിയോട് ആരായാൽ തന്നെയും ധർമ്മയുദ്ധം ചെയ്യുവാൻ അവൻ ബാധ്യസ്ഥനാണെന്നുള്ള ഒരു ഉത്ബോധം തരുന്നു. കാരണം ആരുടെ ആജ്ഞപ്രകാരമാണ്? പരമദിവ്യോത്തമ പുരുഷന്റെ ആജ്ഞപ്രകാരമാണ് ഇവിടെ യുദ്ധം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഉത്ബോധം അദ്ദേഹം നമുക്ക് തരുന്നു. നമ്മുടെ സ്വധർമ്മം മറക്കാതെ ഓരോ വ്യക്തിയും ജീവാത്മാവും ജീവിക്കണം എന്നുള്ള അവബോധമാണ് ഇവിടെ തരുന്നത്. ആരും ഉത്കണ്ഠാകുരാകരുത്. ഇവയൊക്കെ യുധിഷ്ഠിര രാജാവ് നല്ലവണ്ണം അറിയാമെങ്കിലും ഭഗവത് ചച്ചാൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയിത്തീരുന്നു. അപ്പം ഭഗവാന്റെ ഇച്ഛയാൽ യുധിഷ്ഠിര മഹാരാജന് ഇതെല്ലാം അറിയാമെങ്കിലും ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയിത്തീരുന്നു. കാരണമുണ്ട്. എന്തെന്നാൽ ഈ മതിവിഭ്രമത്തിന് പിന്നിൽ മറ്റൊരു മഹത്തായ ആശയമുണ്ടായിരുന്നു. മുമ്പ് പറഞ്ഞ മാതിരി വലിയൊരു മഹത്തായ ആശയമുണ്ടായിരുന്നു. അർജുനൻ സ്വയം ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതുപോലെ യുധിഷ്ഠിരാജൻ ഭീഷ്മദേവനാൽ ഉപദേശിക്കപ്പെടണമെന്ന മഹത്തായ ഉദ്ദേശമായിരുന്നു ഇവിടെ. അതാണ് ഭഗവാൻ. കാരണം ആ ഭീഷ്മപിതാവിന്റെ അടുക്ക പോകാൻ പറഞ്ഞ സമയത്ത് ബന്ധുമിത്രാദികൾ സഹിതം അപ്പൊ ദ്രൗപദി പറഞ്ഞു ഞാനും വരുന്നു. അവര് എല്ലാവരും ചാടി പോകുന്ന സമയത്ത് കൃഷ്ണൻ പറയാം ഞാനായിട്ട് എന്തിനാ നിൽക്കുന്നത്, ഞാനും വരുക. അങ്ങനെ കൃഷ്ണനും കൂടി കയറി പോകുന്നു. ഈ സമയത്താണ് കൃഷ്ണ ഭഗവാനെ നോക്കിയിട്ട് ഭീഷ്മ പിതാമഹൻ പറയുന്നു. കൃഷ്ണ ഭഗവാൻ പറയുന്നുണ്ട്, കൃഷ്ണൻ പറയുന്നുണ്ട്, ധീരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല, ഭീഷ്മരാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രഹ്മചര്യം നിഷ്ഠ അദ്ദേഹം ഒരണുവിട പോലും മാറ്റാതെ ഈവൻ ഞാനാണെങ്കിൽ തന്നെയും പല സാഹചര്യങ്ങളും അടിപതറി പോവുമായിരുന്നു. ഭഗവാൻ ഒരിക്കലും അടിപതറില്ല. എന്നാലും അദ്ദേഹം ധീരനാണ്. കാരണം പല സ്ത്രീകളും കല്യാണം ആലോചിച്ച് വന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ദൃഢ പ്രതിജ്ഞയിൽ ദൃഢനായിട്ട് നിന്നു എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. കാരണം ഒരിക്കല് വൃന്ദാവനത്തില് ഗോപസ്ത്രീകള് ഭഗവാനെ കാണുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ദുർവാസ അപ്പുറത്ത് യമുനയുടെ അക്കരെ കരയിലുണ്ട്, അദ്ദേഹത്തിന് കൊണ്ടുപോയി ഭോഗങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും നിങ്ങളെന്ന്. അപ്പോ ഗോപസ്ത്രീകൾ പറയുന്നു എങ്ങനെ യമുന കടക്കും? അപ്പൊ പറയുകയാണ് ഭഗവാൻ, ഒരു കാര്യം ചെയ്യും, ഞാൻ ബ്രഹ്മചാരിയാണെങ്കിൽ യമുനെ, ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരിയാണെങ്കിൽ യമുനെ നീ വഴിമാറി തരൂ എന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ അവർ ചിരിക്കുന്നു, ഇതെന്ത് വർത്തമാനാ പറയുന്നത്, ഞങ്ങൾക്കല്ലേ ഉള്ളൂ അറിയൂ ഇദ്ദേഹം ബ്രഹ്മചാരിയാണോ എന്ന്. പോയി പറയാൻ പറയുന്നു. അങ്ങനെ അവര് ഭോഗമെല്ലാം കൊണ്ട്
പോയിട്ട് യമുനാ നദിയുടെ അടുക്കൽ ചെന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരിയാണെങ്കിൽ യമുനാ ദേവിയെ വഴിമാറി തരൂ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് വഴിമാറി കൊടുക്കുന്നു. അങ്ങനെ അവൻ ദുർവാസാവിന് അവർ ഭോഗമെല്ലാം കൊടുക്കുന്നു. ആ ഭോഗമെല്ലാം കൊടുത്ത് ദുർവാസാവ് വളരെ സംതൃപ്തനായി. അപ്പോഴത്തേന് സന്ധ്യാസമയമാകുന്നു. അപ്പൊ ദുർവാസാവ് മഹർഷി പറയുന്നു, പോകുന്നില്ലേ കുഞ്ഞുങ്ങളെ? അപ്പൊ പറഞ്ഞു, എങ്ങനെ പോകും? വള്ളക്കാരനും കടത്തുതോണിക്കാരനും എല്ലാം പോയി, എങ്ങനെ പോകും? അപ്പൊ ദുർവാസാവ് പറയുന്നു, ദുർവാസായ ഞാൻ ഈ ഭോഗമൊന്നും സ്വീകരിച്ചില്ല എന്ന് നിങ്ങൾ യമുനയോട് പറയൂ. സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് വഴി തരണ്ട, സ്വീകരിച്ചില്ലെങ്കിൽ വഴി മാറി തരൂ എന്ന് പറഞ്ഞാൽ മാറും. ഇതിന്റെ അർത്ഥം അവര് കൺമുമ്പിൽ വെച്ചിട്ടാണ് ദുർവാസ മഹർഷി സ്വീകരിച്ച്, എന്നാൽ അതിൽ ആസ്വാദനം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ അവർ തിരിച്ചു വരുന്നു. അപ്പൊ ഇവിടെയാണ് ബ്രഹ്മചാരി ധീരനാണെന്നാണ് പറയുന്നത് ഭീഷ്മ പിതാമഹൻ. അപ്പൊ നമുക്ക് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കി. എന്താന്ന് വെച്ചാൽ ഭാഗവതത്തിലാണ് ഇതെല്ലാം വ്യക്തമാക്കി തരുന്നത്. ഭാഗവത് നിത്യം പഠിച്ചാലേ ശക്തി കിട്ടും. സാധാരണഗതിയിൽ നാം ഓരോരുത്തരും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാം മറക്കും. പിന്നെ നമ്മൾ തദൈവ പിന്നെ പോയിട്ട് 100 രൂപയുടെ മത്തിയും പിന്നെ കപ്പയും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. നല്ലതുപോലെ വേവിച്ച് കുഴച്ച് വേവിച്ച് മത്തിക്കറിയൊക്കെ ഉണ്ടാക്കി കുടംപുളിയൊക്കെ ഇട്ട് അടിപൊളി സ്റ്റൈല് കഴിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോ കാരണം നമ്മൾ ഭാഗവതം മറക്കാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നിത്യം ഭാഗവത സേവ ചെയ്യുന്നില്ല എന്നത് ബോധ്യമായി. അവിടെയാണ് ഇതിന്റെ പ്രസക്തി. കാരണം മായ ക്ഷേത്രത്തിൽ ഒരിക്കലും കയറില്ല. എന്നാൽ ക്ഷേത്രത്തിന് വെളിയിൽ വരുമ്പം നമ്മളെ പിടിക്കും മായ. അതിനാണ് നമ്മൾ എപ്പോഴും ഭാഗവതം കൊണ്ട് നടക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ മായ പിടിക്കില്ല. നിത്യം ഭാഗവത സേവയാ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവാനും ഭഗവാന്റെ ഭാഗവതവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാനും ഭാഗവതം സെയിമാണ്. ആയതിനാൽ സഞ്ചരിക്കുന്ന ക്ഷേത്രമെന്നാണ് ഭാഗവതത്തെ അറിയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും മായ പിടിക്കില്ല എന്ന് പറയുന്നു. സനാതന ഗോസ്വാമി പറയുന്നു, മത് പ്രാണ, എന്റെ പ്രാണനാണ് ഭാഗവതം. മദ്ധന, എന്റെ സമ്പത്ത്. ഭാഗവതം സഞ്ചരിക്കുന്ന കൃഷ്ണനാണ്. രാധാ ദാമോദരനെ നമുക്ക് പിടിച്ചെടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ ഭാഗവതത്തെ നമുക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. കാര്യം നമ്മുടെ കൂടെ ഭാഗവതത്തിന്റെ കൂടെ ഭഗവാനായിട്ട് ഭാഗവതം വരുന്നു. അപ്പം നമുക്ക് ഭാഗവതത്തെ എടുത്തുകൊണ്ട് നടക്കാം. ഈ അവസ്ഥയാണ്. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിലെ മായ ഒരിക്കലും കയറാതെ ഭാഗവതം, അതായത് ഭഗവാൻ നമ്മളെ കാത്തുരക്ഷിക്കും. അപ്പൊ എന്നാൽ ഭാഗവതം പഠിച്ച് നടക്കാം. പക്ഷേ ഭാഗവതം കവച്, വൈഷ്ണവ സംഘം. ഭാഗവതം കവചമാണ്, വൈഷ്ണവ സംഘം നമ്മുടെ കവചമാണ്. അപ്പോൾ നാം ഓരോരുത്തരും നിത്യം ഭാഗവത സേവ ചെയ്യണം. മായ നമ്മളെ പിടിക്കത്തില്ല. ഇമാതിരി ചിന്തകളൊന്നും വരില്ല. പിന്നെ ഭാഗവതം എന്ന് പറയുന്നത് നമുക്ക് കവചമാണ്. നാരായണ കവചം, നരസിംഹ കവചം ഇത്യാദിയുള്ള കവചം മാതിരി ഭാഗവതം സത്സംഗം, ഭക്തസംഘം നമുക്ക് ഒരു കവചം തരുന്നു. അതാണ് പ്രൊട്ടക്ഷൻ. ആധ്യാത്മിക ഗുരുനാഥന്റെ പ്രൊട്ടക്ഷൻ ഒരു കവചമാണ്, മായ പിടിക്കാതിരിക്കാൻ വേണ്ടി മെയിനായിട്ട്. അപ്പൊ അത് അങ്ങനെ നമ്മൾ സ്വീകരിക്കണം. അതേമാതിരി ചൈതന്യ ചരിതാമൃതം പറയുന്നു, അസത്സംഗ ത്യാഗയൈ വൈഷ്ണവാചാർ. ഇതാണ് കാരണം. ഇതാണ് ഭക്തിയുടെ ആദ്യത്തെ കാൽവെപ്പ്. അസത്സംഗം ത്യജിക്കണം. ഇതാണ് വൈഷ്ണവ ആചാരം. ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഭക്തിയുടെ ആദ്യത്തെ കാൽവെപ്പാണിത്. അപ്പൊ ചോദിക്കും, ഞാൻ ബിസിനസ് നടക്കുന്നു, ഞാൻ അത് നടക്കുന്നു, ഞാൻ ഇത് നടത്തുന്നു, ബ്ലാ ബ്ലാ ബ്ലാ, എന്ത് വർത്തമാനം പറഞ്ഞ് എങ്ങനെയാണ് വിടാൻ പറ്റുന്നത്? 100 ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ടാകും. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരുടെ മുഖം കണ്ട് ഭഗവാനെ മറക്കുന്നു അവരുടെ അടുക്കൽ പോകരുത്. അപ്പൊ ഏതൊരു വ്യക്തിയുടെ മുഖം കണ്ട് ഭഗവാനെതിരായിട്ട് ഏതൊരു വ്യക്തി പറഞ്ഞാൽ അവരുടെ അടുക്കൽ പോകാൻ പാടില്ല. എന്നാൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ആരുടെ വാക്കുകൾ കേട്ട് ഭഗവാന്റെ വാക്ക് മറക്കുന്നു അവരുടെ അടുക്കൽ പോകരുത്. പക്ഷേ നമ്മളുടെ ജീവിതവുമായിട്ട് പല പ്രശ്നങ്ങളും പല കാര്യങ്ങളുമായിട്ടും ജീവൽ പ്രശ്നമാണ്. നമുക്ക് പോയേ മതിയാകൂ. ഇവിടെ
ടേക്കിംഗ് അസോസിയേഷൻ, ഗീവിംഗ് അസോസിയേഷൻ വളരെ പ്രാധാന്യമാണ്. ടേക്കിംഗ് അസോസിയേഷനും ഗീവിംഗ് അസോസിയേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. അസത്സംഗത്തിന്റെ അസോസിയേഷൻ നമ്മൾ സ്വീകരിക്കരുത്, നമ്മളുടെ അസോസിയേഷൻ അവർക്ക് കൊടുക്കണം. ഇതാണ് കാരണം. നമ്മൾ ഈ സമൂഹജീവികളാണ്. അപ്പൊ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല, പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ അവരുടെ അസോസിയേഷൻ സ്വീകരിക്കരുത്. കാരണം നമ്മൾ കയ്യാലപ്പുറത്തിരിക്കുന്ന തേകയാണ്, കാറ്റ് ഏത് സൈഡിലോട്ടാണ് വീശുന്നത് ആ സൈഡിൽ വീഴും. അപ്പം ഭൗതിക ആസക്തി നമുക്കുണ്ട്, വ്യക്തമാണ്. ആ ആസക്തി ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് വീഴാനാണ് കൂടുതൽ സാധ്യത. ആയതിനാലാണ് സത്സംഗം നിർബന്ധമാണെന്ന് പറയാൻ കാരണം. അപ്പൊ ഇവിടെ നമ്മൾ അസോസിയേഷൻ കൊടുക്കണം, അവരുടെ അസോസിയേഷൻ നമ്മൾ സ്വീകരിക്കരുത്. അതാണ് കൊടുക്കൽ വാങ്ങൽ. ഒരു ഉപദേശാമൃതത്തിൽ രൂപഗോസ്വാമി എന്താ പറയുന്നത്? ഭഗവാന്റെ ഭക്തന്മാർ തരുന്നത് സ്വീകരിക്കുക, അവർക്ക് തിരിച്ചു കൊടുക്കുക. ഭഗവാന്റെ ഭക്തന്റെ അസോസിയേഷൻ സ്വീകരിക്കുക, അവരുമായിട്ട് അസോസിയേഷൻ നമ്മൾ പങ്കിടുക. ഇതാണ് പറയുന്നത്. അതേമാതിരി കൊടുക്ക വാങ്ങൽ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കണം, അവരെ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ കുന്തിമാത തരുന്നു, ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ഇത് തരുന്നത്. കുന്തിമാതയാണ്. നമ്മൾ അവരുമായി സംസാരിക്കുന്നു, കാണുന്നു, കാരണം നമ്മുടെ അസോസിയേഷൻ കൊടുക്കുന്നു. അവരുടെ അസോസിയേഷൻ സ്വീകരിക്കേണ്ട, പ്രസാദം കൊടുക്കാം, അവരുടെ കൂടെ കാപ്പി കുടിക്കേണ്ട, ചായ കുടിക്കേണ്ട. ഇതാണ് പറയുന്നത്. അസോസിയേഷന് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് സംഘം ഇഷ്ടപ്പെടുന്നു, നമ്മുടെ സ്വഭാവം ഭൗതിക ജീവിതത്തിന്റെ അസോസിയേഷൻ. അപ്പോ നമ്മൾ തീരുമാനിച്ചാൽ ഭഗവാൻ പരിതസ്ഥിതി ഉണ്ടാക്കി തരും. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുക എനിക്ക് ഇന്ന് തൊട്ട് ഞാൻ അസത്സംഗം ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ, ഈ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് ഭാഗവതം പ്രഭാഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ മൊട്ടയത്തലൻ ബോറനാണെങ്കിൽ തന്നെയും ഭഗവാന്റെ കാര്യമില്ല ആ മൊട്ടത്തലൻ പറയുന്നത്, അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടുകളാൻ എന്ന് വിചാരിച്ച് നിങ്ങൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു തടസ്സം വന്നാൽ ഭഗവാൻ ആ തടസ്സത്തെ മാറ്റി തീർച്ചയായും ഭഗവാൻ നല്ല ഒരു പരിതസ്ഥിതി ഉണ്ടാക്കി തരും. അതല്ല ഇന്ന് പോകണം, അയാൾ കുറേ എന്ന് പറയും, വേണ്ട എന്ന് വിചാരിച്ചാൽ തടസ്സം ഭഗവാൻ മാറ്റത്തില്ല. അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ഉദാഹരണം. ഭഗവാന്റെ ഭക്തന് ശരിയായ അസോസിയേഷൻ അല്ല വേറെ നമ്മൾ ചെയ്യുന്ന അസോസിയേഷൻ. എന്നാൽ നാം പോലും അറിയാതെ ഭഗവാൻ അവരെ അകറ്റിത്തരും. അതിനുള്ളൊരു കാരണം ഭഗവാൻ അവരെ കൊണ്ട് ഉണ്ടാക്കിക്കും. ഇത് ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്തു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇത് അനുഭവം ഉണ്ടായിരിക്കും. ഇതാണ് ഭഗവാൻ. കാരണം അദ്ദേഹം നല്ല ഒരു പരിതസ്ഥിതി നമുക്ക് ഉണ്ടാക്കി തരിക. ഈ അസോസിയേഷൻ സ്വീകരിക്കരുത് അഭക്തരുടെ. എന്നാൽ ഭക്തന്റെ നമ്മളെ ഭഗവാന്റെ അടുക്കൽ എത്തിക്കുന്ന ഭഗവാന്റെ ഭക്തനാണ് നമ്മളെ ഭഗവാന്റെ അടുക്കൽ എത്തിക്കുന്നത്. ആയതിനാൽ നമ്മൾ നിർബന്ധമായിട്ടും സത്സംഗം അനിവാര്യമാണ്. തുഷന്തിച്ച രമന്തിച്ച കഥയന്തച്ച മാം നിത്യം. കാരണം തുഷന്തിച്ച രമന്തിച്ച കഥയന്തച്ച തുഷന്തിച്ച രമന്തിച്ച എന്ന് വെച്ചാൽ രണ്ട് ഭക്തന്മാർ കൂടുമ്പോൾ ഭഗവാന്റെ കഥകളും ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ഗുണങ്ങളും ഭഗവാന്റെ ഗണങ്ങളും ഭഗവാന്റെ നാമവും ഭഗവാന്റെ കാര്യങ്ങളും. ഇന്നലെ ഭഗവത്ഗീത ക്ലാസ് ഉണ്ടായിരുന്നു, അതിനു മുമ്പ് ചൈതന്യ ചരിതാമൃതം ഉണ്ടായിരുന്നു, രാമായണം ഉണ്ടായിരുന്നു, പിന്നെ ഭാഗവതം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ചർച്ച ചെയ്യും. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഇതാണ്, ഇത്യാദി കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും കഥയന്തച്ച മാനിത്യം തുഷന്തച്ച രമന്തച്ച രമിക്കുകയാണ്, ആനന്ദിക്കുകയാണ് ഭക്തർ പരസ്പരം. ഒരു ഭക്തനാണെന്ന് അറിയാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഭഗവാന്റെ ഒരു വാക്കെങ്കിലും വന്നിരിക്കും. അപ്പം നാം തീരുമാനിച്ചു അത് ഭക്തനാണ് എന്ന്. നമ്മൾ പരിശുദ്ധ ഭക്തനല്ല, എന്നാൽ പരിശ്രമിക്കാം. ഈ 8ാമത്തെ അധ്യായം പരീക്ഷിത് മഹാരാജിന് ഭഗവാൻ സേവ് ചെയ്തു. ഇത് തുടങ്ങുന്നതാണ് പരീക്ഷിത് മഹാരാജ് ഭഗവാൻ. അതിനുശേഷം പരീക്ഷിത്തിന്റെ മുതുമുത്തശ്ശി പ്രാർത്ഥിക്കുന്നതാണ് കുന്തി സ്തുതി.
കുന്തി അർപ്പിക്കുന്ന പ്രയർ. ഇനി ഈ അധ്യായം 1 തൊട്ട് 5 വരെ പെർഫെക്ഷൻ ഓഫ് ദ ഫാമിലി, പാസിഫിക്കേഷൻ ഓഫ് ദ ഫാമിലി. 6 തൊട്ട് 16 വരെ പ്രൊട്ടക്ട് ഉത്തരാസിന്റെ വ്യൂമിൽ നിന്ന്, അതാവും വയറിൽ നിന്ന് നമ്മുടെ പരീക്ഷിത് മഹാരാജിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു ഉത്തര. അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ശ്ലോകമാണ്. ഉത്തരവാച പാഹി പാഹി മഹായോഗീൻ ദേവദേവ ജഗത്പദേ നാന്യം തദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. നോക്കൂ, ഉത്തരയുടെ വയറ്റിലോട്ട് ആ അശ്വത്ഥാത്മാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ, അവസാനത്തെ ഖണ്ഡിയം ഇല്ലാതാക്കാനായിട്ട് ഉപയോഗിച്ചപ്പോൾ നോക്ക്, ആ ഉത്തര പ്രാർത്ഥിച്ചതാണ് പാഹി പാഹി മഹായോഗി, രക്ഷിക്കണേ രക്ഷിക്കണേ, അല്ലയോ യോഗേശ്വര, യോഗികളെ എല്ലാം അധിപനായി രക്ഷിക്കണേ, എനിക്ക് നിന്നിൽ മാത്രമേ ശരണം പ്രാപിക്കാനുള്ളൂ, നീ മാത്രമേ എന്നെ രക്ഷിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? എത്ര മൃത്യു പരസ്പരം, ഞാൻ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ മരണത്തെ, അതുകൊണ്ട് ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു എന്ന് പ്രാർത്ഥിച്ച് മാത്രമേ ഭഗവാൻ കയറി അത് രക്ഷപ്പെടുത്തുന്നു പരീക്ഷത്തിനെ. അല്ലെങ്കിൽ പരീക്ഷത്ത് ശരിക്കും ബ്രഹ്മാസ്ത്രം കാലിയായി പോകുന്നില്ല, കരിഞ്ഞു പോകുന്നു. രണ്ടാമത് അവിടെ തന്നെ പരീക്ഷത്തിനെ സൃഷ്ടിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അപ്പൊ അത് നോക്കിയേ, അതാണ് ഭഗവാനും ഭഗവാന്റെ ഭക്തരും തമ്മിൽ. ഇവിടെ ഉത്തര ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ അവസ്ഥ. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോ അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളോ അതുപോലെ വളരെ ആരെങ്കിലും നമ്മുടെ ആൾക്കാര് ആശുപത്രിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉത്തരവാച പാഹി പാഹി മഹായോഗിൻ, ഈ ശ്ലോകം പറഞ്ഞ് ചെല്ലി ഏ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ, അല്ലെങ്കിൽ തപ്തകാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ പഞ്ചതത്വ മഹാമന്ത്രം പറഞ്ഞ് ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ നാമം നമ്മൾ അവിടെ ഇരുന്ന് 1 മാലയോ 2 മാലയോ ജപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അത് കേൾക്കും. ആ പരിതസ്ഥിതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തും. നമുക്ക് സന്തോഷമാകും, സംതൃപ്തനാകും. അപ്പൊ തീർച്ചയായിട്ടും നാം ഓരോരുത്തരും ഇതെപ്പോഴും മനസ്സിലാക്കണം. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ആർക്കെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വളരെ മൗനമായിട്ട് സത്സംഗത്തിൽ കൂടി രോഗിയെ കാണാൻ പോകുന്ന മാത്രേന ഞങ്ങൾ അവിടെ പോയിട്ട് നമ്മുടെ ഈ ശ്ലോകവും പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച് നമ്മൾ ഹരിനാമം ജപിക്കും. അവരെല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട്. വളരെ ഒരു മാതാജിക്ക് 6 ഓപ്പറേഷൻ നടത്തി രക്ഷപ്പെട്ടു. കാരണം ഇതാണ് ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ. ഇവിടെ 6 തൊട്ട് 16 വരെ പ്രൊട്ടക്റ്റ് ആണ് ഉത്തരയുടെ ആ വയറ്റിൽ നിന്ന് പരീക്ഷത്തിന്, അതാണ് പറയുന്നത്. ഇനി 17 തൊട്ട് 43 കൃഷ്ണൻ പ്ലാൻ ഹസ്തനപുരിയിലേക്ക് നിന്ന് പോകാനായിട്ട് ഇവിടെ കുന്തി ദേവിയുടെ പ്രാർത്ഥനയാണ് 44 തൊട്ട് 52 വരെ. അങ്ങനെ മഹാരാജ് യുധിഷ്ഠിരൻ വിചാരിക്കുന്നത് ഒരു സാധാരണ വ്യക്തി മാതിരി വളരെ ശോകത്തിലായിരുന്നു. ഞാൻ കാരണം ഇത്രയും ആൾക്കാർ മരിച്ചല്ലോ എന്ന് യുധിഷ്ഠിര മഹാരാജ് ചിന്തിക്കുന്നു, സാധാരണ ഒരു വ്യക്തിയെ പോലെ. അത് ഭഗവാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അപ്പൊ അത് ഭഗവാന്റെ നിയോഗമാണ് എങ്കിലും നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഭഗവാൻ ഭീഷ്മ പിതാമഹന്റെ അടുക്ക് എത്തുന്നു. അദ്ദേഹം ഉപദേശം കൊടുക്കുന്നു. ഇവിടെ ഉത്തരയുടെ പ്രാർത്ഥന നമ്മൾ കണ്ടു കഴിഞ്ഞു. വില്യമംഗള ഠാക്കൂർ പറയുന്നു, കൃഷ്ണ കർണാമൃതത്തിൽ പറയുന്നുണ്ട്, മധുരം മധുരം പൂരസ്യ വിഭോ മധുരം മധുരം വദനം മധുരം മധുഗന്ധിമൃതം സ്മിതയേ തദഹോ മധുരം 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 മധുരം. ഈ ലോകത്തെ ഒരു മധുരം കൃഷ്ണന്റെ ശരീരം. ആ കൃഷ്ണന്റെ ശരീരം മുഴുവൻ മധുരമാണ്. എന്നാൽ അതിമധുരം കൃഷ്ണന്റെ ശരീരത്തിൽ 2 മധുരമുണ്ട്. വീണ്ടും ശരീരത്തിന്റെ മുഖാരം 3ാമത്തെ മധുരം. മധുഗന്ധി മൃദുസ്മിതം, കൃഷ്ണന്റെ മുഖം ചിരിക്കുമ്പോൾ തേനിന്റെ ഒരു ഗന്ധം ആ മുഖത്തു നിന്ന് വരുന്നു. വളരെ മൃദുവായ ഒരു മന്ദഹാസവും അദ്ദേഹത്തിന്റെ ചിരിയിൽ, തേനിൽ ഉണ്ടാകുന്ന തേനിന്റെ കുപ്പി തുറക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സുഗന്ധം, അപ്രകാരം കൃഷ്ണന്റെ മുഖാരബിന്ദത്തിൽ കൂടി ഒരു സുഗന്ധം വരും. നമുക്കറിയാം 1ഉം 2ഉം ഭാഗവതം, ഭഗവാന്റെ ചരണവും
10-ാമത്തെ ഭാഗവതം കണ്ട 10-ാം കാണ്ഡം ഭഗവാന്റെ മുഖാരബിന്ദം എന്ന് അറിയാം. അപ്പൊ അങ്ങനെ ഉള്ള ആ മുഖാരബിന്ദത്തില് ഭഗവാന്റെ ആ ചിരിയില് ഒരു തേന്റെ ഒരു സുഗന്ധവും ഒരു മന്ദഹാസവും ഉണ്ടാകുന്നു. അങ്ങനെ 4 മധുരം ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നു. ഇവിടെ യഥ അഹോ, ഇന്ദുമംഗല ഠാക്കൂർ പറഞ്ഞു, യഥ അഹോ, എന്റെ ഭഗവാനെ. സുഖദേവ് ഗോസ്വാമി നോക്കൂ, ഭാഗവതത്തിന്റെ സുഖദേവ് ഗോസ്വാമി ശരിക്കും ആദി നിരാകാരവാദിയായിരുന്നു. എന്നാൽ അദ്ദേഹം നേരെ കാട്ടിൽ പോയി തപസ് ചെയ്യുന്നു. ആ തപസ്സിനെ തടസ്സപ്പെടുത്തണം, സാകാരവാദിയാക്കണം ആയ 2 ശിഷ്യരെ പിന്നെ വ്യാസദേവൻ പറഞ്ഞു വിടുന്നു. കാരണം വ്യാസദേവൻ സ്വയം പറഞ്ഞാൽ അത് ഏൽക്കത്തില്ല. കാരണം പരിചയാ അവജ്ഞ, കൂടുതൽ പരിചയം വരുമ്പോൾ അവജ്ഞയാണ് ഉണ്ടാകുന്നത്. ആയതിനാൽ അദ്ദേഹം അച്ഛനും മകനുമായിട്ട്, അതുകൊണ്ടാ പറയാൻ നമ്മുടെയൊക്കെ കുട്ടികളെ എപ്പോഴും കൗൺസിൽ ചെയ്യാൻ ക്രിസ്ത്യാനികൾ എപ്പോഴും ചെയ്യുന്നതാണ്. നമുക്കില്ലാതെ ചെയ്യണം. കാരണം നമ്മുടെ കുട്ടികളെ പഠിക്കാത്തതോ അല്ലെങ്കിൽ നല്ല രീതിയിൽ നടക്കാത്തതോ ഒക്കെ ആണെങ്കിൽ അവര് അച്ഛനമ്മമാർ ഉപദേശിക്കുന്നതിനേക്കാളും നല്ലത് അവർക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സമൂഹത്തിൽ വേണ്ടപ്പെട്ട ഭക്തവൃന്ദങ്ങൾ ഉപദേശിക്കുമ്പോൾ അത് അവരുടെ ഹൃദയത്തിൽ കയറും. ഇതാണ് ആശയം. ഭാഗവതം വെറും പഠിക്കുന്നതല്ല, ഒരുപാട് ആശയങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഭഗവത്ഗീതയിൽ ഒരുപാട് ആശയങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കണം. അതിനാലാണ് വ്യാസദേവൻ പറഞ്ഞു വിട്ടത്, അദ്ദേഹത്തിന് 2 ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടത്. കാരണം അതിപരിചയാ അവജ്ഞയാണ് ഉണ്ടാകുന്ന. അതിപരിചയം വരുമ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വ്യാസദേവൻ തൻ്റെ 2 ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നത്. അതിനാണ് കൂടുതൽ പരിചയവും കൂടുതൽ ഗന്ധവും. കാരണം കൃഷ്ണനുമായിട്ടുണ്ട്. ആ അവജ്ഞ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് യുധിഷ്ഠിര മഹാരാജന് ആരുടെ പറഞ്ഞു വിടുന്നത്, ഭീഷ്മ പിതാമഹന്റെ അടുക്ക പറഞ്ഞു വിടുന്നത്. അപ്പൊ എന്നാ തിരിച്ചു ചോദിക്കും കൃഷ്ണനും അർജുനൻ. അപ്പൊ അർജുനൻ കൃഷ്ണന്റെ ദാസനായി ശിഷ്യനായി മാറി. സാഖ്യഭാവത്തിൽ നിന്നും ശിഷ്യഭാവത്തിലേക്ക് ഉയർന്നു. അപ്പൊ ശിഷ്യൻ ഗുരു പറയുന്നത് കേൾക്കണം. ഇവിടെ അങ്ങനെയല്ല, തൻ്റെ പിതാമഹന്റെ അടുക്കലാണ് പറഞ്ഞു വിടുന്നത്. അപ്പം പ്രായത്തിലായാലും എക്സ്പീരിയൻസിലായാലും അതിശ്രേഷ്ഠനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്കൽ തന്നെയുമല്ല, ഭീഷ്മ പിതാമഹന്റെ പ്രശസ്തി യശസ് വളരെയധികം വാനോളം ഉയർത്തുവാൻ ഭഗവാൻ ആഗ്രഹിച്ചു. യം പ്രാവൃജന്താനുപേത ആപേത്തകൃതം ത്വൈപായേന വിരഹാ കാതരാജഗാവേ പുത്രേതി തന്മയമയാതരവേ ഹിമേതോ സംസർവഭൂതാ ഹൃദയം മുനിമനാസോസേമി. ഇതാണ് ഒരു വ്യക്തി, ഒരു ശിഷ്യൻ ചെന്ന് ആ പരീക്ഷിത് മഹാരാജന് കേക്ക് പാടുന്ന യം പ്രാവൃജന്ത അനുപേത അപേതകൃതം കൃത്യം ദ്വൈപായേന വിരഹകാതരാ ജഗാവേ പുത്രേതി തന്മയതയാതരവ്യൂഹിമെന്ദു സംസർവഭൂതഹൃദയം മുനിമാനസോസ്മി. അതിപരിചയാത് അവജ്ഞ പറയുന്നത് നമ്മൾ കണ്ടു. 2-ാമത്തെ ഭക്തൻ ഭൂതനയുടെ കഥയാണ് പറയുന്നത്. പറഞ്ഞു, അഹോപകീയം സ്തനകാലകൂടം ജിംഗം സയാപയതാ സദ്വീം ലേഭോ ഗദീദാത്രിമുചിതാം തോന്യം സംവാദയാലും ശരണം വൃജാമ. സ്തുതി കൃഷ്ണ, അമ്മയെ വധിച്ചാൽ, എന്നാൽ വധിക്കാൻ വന്നവൾക്ക് മോക്ഷം കൊടുത്തു. നിന്റെ ഹൃദയം അത്ര പവിത്രം. സ്തുതിക്കുകയാണ് നീ. കാരണം അമ്മയെ വധിച്ചു, പാല് കുടിച്ചപ്പോ അമ്മയായി. എന്നാലോ അമ്മയ്ക്ക് മോക്ഷം കൊടുത്തു. നിന്നെ വധിക്കാൻ വന്നവളാണ് അമ്മ, എന്നിട്ടും അവർക്ക് മോക്ഷം കൊടുത്തു. തന്നെയുമല്ല, മാതൃസ്ഥാനത്തിൽ ഗോലോകത്തില് ഒരു വീടും കൊടുത്തു, സ്ഥാനം കൊടുത്തു, മാതൃസ്ഥാനവും കൊടുത്തു. അപ്പം നോക്കൂ, ഭഗവാന്റെ ഹൃദയം എത്ര നിർമ്മലമാണ്, പരിശുദ്ധമാണ് എന്ന് ഉള്ളതാണ്. ഇത് കേട്ട മാത്രയിൽ സുഖദേവ് ഗോസ്വാമി
അവരുടെ അടുക്ക വന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏതാണ്, നിങ്ങൾ എവിടുന്ന് വന്നു? കാരണം അപ്പം ആ ആ സഖാര രൂപത്തിന്റെ ഭാവം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കയറി. ആ അതായത് രൂപമില്ലാത്ത ഭാവം പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ പറയുന്നു, ഇതുപോലെ വ്യാസദേവന്റെ അടുക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അച്ഛനാണെന്ന് കാര്യം മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ശരിക്കും ഇന്നത്തെ നമ്മുടെ സുഖദേവ ഗോസ്വാമി ആയത്. കാരണം മായാവാദത്തിൽ നിന്നും സഖാര രൂപത്തിലേക്ക് വന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഭക്തൻ പുറത്തെ സൗന്ദര്യം പറയുന്നു. ആദ്യത്തെ ഭക്തൻ എന്താണ് പറയുന്നത്? പുറത്തെ സൗന്ദര്യമാണ്, എക്സ്റ്റേണൽ സൗന്ദര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ ഭക്തൻ അകത്തെ സൗന്ദര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പുറത്തെ സൗന്ദര്യം വേണം, അകത്തെ സൗന്ദര്യം വേണം. ഏറ്റവും കൂടുതൽ വേണ്ടത് അകത്തെ സൗന്ദര്യമാണ് വേണ്ടത്. ഇവിടെ ഉത്തരയും കുന്തിയും യുധിഷ്ഠിരൻ കൃഷ്ണനെ സ്തുതിക്കുന്നു. ഈ അധ്യായത്തില് ഉത്തര സ്തുതിക്കുന്നുണ്ട്, കുന്തി ദേവി സ്തുതിക്കുന്നുണ്ട്, യുധിഷ്ഠിരൻ സ്തുതിക്കുന്നുണ്ട്. 3 പേരും കൃഷ്ണനെ സ്തുതിക്കുന്നു. വൃജയിൽ എന്ത് അവശകനം കണ്ടാലും വൃജവാസികൾ ചിന്തിക്കും, കൃഷ്ണന്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ പ്രശ്നമല്ല, കൃഷ്ണൻ ഞങ്ങളെ രക്ഷിക്കും, കൃഷ്ണൻ നോക്കിക്കോളും. അപ്പൊ അവരങ്ങനെയാണ് ചിന്തിക്കുന്നത് വൃജവാസികൾ. അപ്പൊ അതേമാതിരിയാണ് കുന്തിദേവിയും ചിന്തിക്കുന്നത്. കുന്തിദേവി പറയുന്നു, നീ എല്ലാ പ്രതിസന്ധിയിലും കൃഷ്ണ ഈ എന്നെ സംരക്ഷിച്ചു. ദേവകിയെക്കാളും കൂടുതൽ, ദേവകി മാതാവിനെ സംരക്ഷിച്ചതിനേക്കാളും കൂടുതൽ കൃഷ്ണ നീയാണ് എന്നെ സംരക്ഷിച്ചത് എന്ന് കുന്തി മാതാവ് പറയുന്നു. നോക്കിയേ, കാരണം എവിടെല്ലാം പ്രശ്നങ്ങൾ അവർക്കുണ്ട്. ഭീമന് വിഷം കൊടുത്തു ദുര്യോധന ഭക്ഷണത്തില്. ലോകത്തിൽ ആദ്യമായിട്ട് പ്രതിവിഷം തന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ. സർപ്പങ്ങൾ ആ പ്രതിവിഷം കുത്തിവെക്കുന്നു, ഭീമൻ മരിക്കുന്നില്ല, വെള്ളത്തിന്റെ അടിയിൽ നാഗലോകത്ത് എത്തുന്നു. അങ്ങനെ ആ കഥയുണ്ടല്ലോ. അപ്പം ഏത് കാര്യങ്ങളിൽ നിന്ന് ശാസ്ത്രത്തിൽ കാണുന്നത് നമ്മുടെ ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ ഇത് മനസ്സിലാകാത്ത നമ്മളെ പോലുള്ള വിഡ്ഢികൾ പറയുന്നുണ്ട്, എന്താ അങ്ങനെ മിഥ്യ, മിത്തോളജി എന്നാ പറയുന്നത്. പക്ഷെ എല്ലാം നമ്മുടെ ശാസ്ത്രത്തിൽ തന്നു മിത്താണ് നമ്മളെന്ന് പറയുന്നത്. കഷ്ടം. അപ്പം ഭക്തർ തൻ്റെ ശ്രദ്ധ ബുദ്ധി നമ്മുടെ ശ്രദ്ധ ബുദ്ധിമുട്ടിലും കൃഷ്ണനിൽ അർപ്പിക്കും. അപ്പോൾ ഒരു ഭക്തൻ നമ്മുടെ എത്ര വലിയ ബുദ്ധിമുട്ടായാലും നമ്മുടെ ശ്രദ്ധ ഭഗവാനിൽ അർപ്പിക്കും. ഈ സമയം കൃഷ്ണൻ ഈ ബുദ്ധിമുട്ട് രുചിക്കും. അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ട് ഭഗവാനിൽ അർപ്പിക്കുന്നു. ഈ സമയം കൃഷ്ണൻ നമ്മുടെ ബുദ്ധിമുട്ട് ചെറുതായിട്ടൊന്ന് രുചിക്കും. ചെറുതായി ഇവിടെ പരസ്പരം അഫെക്ഷൻ ഉണ്ടാകുന്നു. അപ്പൊ കൃഷ്ണൻ നമ്മളെ രക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ഏത് വലിയ ബുദ്ധിമുട്ടിലായാലും നമ്മുടെ പ്രശ്നത്തിലും നമ്മൾ ഭഗവാനെ ഓർക്കുന്നു. ആ സമയത്ത് നമ്മുടെ ബുദ്ധിമുട്ട് ചെറുതായിട്ടൊന്ന് രുചിക്കും. ആ രുചിക്കുമ്പോൾ ഭഗവാനും ഭഗവാന്റെ ഭക്തനും തമ്മിൽ ഒരു അഫെക്ഷൻ ഉണ്ടാകുന്നു, ഒരു ബന്ധമുണ്ടാകുന്നു, ഒരു റെസിപ്രൊക്കേഷൻ ഉണ്ടാകുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് നമ്മളെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നു. അതുകൊണ്ടാണ് കുന്തി മഹാറാണി വീണ്ടും വീണ്ടും ദുഃഖം തരാൻ പറയുന്ന തൻ്റെ ഇൻഡക്ഷൻ കൃഷ്ണനിൽ അർപ്പിക്കുവാൻ വേണ്ടി മാത്രം തരുന്നത്. അപ്പം പ്രയാസങ്ങൾ വരുമ്പോൾ കൃഷ്ണനെ കൂടുതൽ സ്മരിക്കുന്നത് ലിബറേഷനാണ്. പ്രതികൂലം അനുകൂലവുമാണ്. അപ്പൊ പ്രതികൂല സാഹചര്യത്തിൽ കൃഷ്ണനെ കൂടുതൽ ഭജിച്ച് ആ സാഹചര്യത്തെ അനുകൂലമാക്കി എടുക്കുകയാണ് ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഭക്തിയുടെ ധർമ്മമെന്ന് ഭാഗവതം ഈ അധ്യായത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നു. അപ്പം അനുഗ്രഹായ ഭക്താന മാനുഷം ദേഹമാസിദ്ധം, ഭക്തരുടെ പ്രീതി അനുഗ്രഹം കൊടുക്കുന്നു. അപ്പം ഭഗവാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു. ഭാഗവതം വേദം എന്നാൽ അറിവ്. അന്ത എന്ന് വെച്ചാൽ കൺക്ലൂഷൻ, അവസാനം. തദ്രസാമൃത തൃപ്തസ്യ, ശ്രീമദ് ഭാഗവതത്തിൽ ആകർഷണം വന്നാൽ അമൃതിൽ ആകർഷണം ഉണ്ടാകുന്ന മാതിരിയാണ്. അമൃതാണ് നമ്മൾ പാനം ചെയ്യുന്നത്. ന അന്യ തൃസ്യാത് രതി പ്രചീത് എന്ന് വെച്ചാൽ വേറെ ഒരു ഗ്രന്ഥത്തിലും ആസക്തി ഉണ്ടാകില്ല. അപ്പൊ നമുക്ക് ഒരു തവണ ഭാഗവതത്തിലോട്ട് രുചി വന്നാൽ വേറൊരു ഗ്രന്ഥത്തിലോട്ടും ആസക്തി ഉണ്ടാകില്ല. ശ്രീമദ് ഭാഗവതം ശബ്ദബ്രഹ്മമാണ്. ഭഗവാനും ഭഗവാന്റെ
ശബ്ദവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അപ്രകാരം ശ്രീമദ് ഭാഗവതം ഒരു ശബ്ദബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കുന്നു. ആ ശ്രീമദ് ഭാഗവതവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നമുക്ക് കൃഷ്ണനെ നേരിൽ കാണാൻ യോഗ്യതയില്ല, എന്നാൽ ശ്രവണത്തിൽ കൂടി കാണാൻ കഴിയും. അപ്പൊ ആചാര്യന്മാർ പറയുന്നത് ധാമന്റെ മഹിമ ദാം കാണേണ്ട കണ്ണിൽ കൂടല്ല, ദാം കാണേണ്ട ചെവിയിൽ കൂടിയാണ്, മഹിമയിൽ കൂടിയാണ് ദാമിനെ കാണേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ ദാമൻ ചെന്നിട്ട് അപരാധം ചെയ്യും. നമ്മളെ മനസ്സിൽ വിചാരിച്ചു പോകുന്ന കാഴ്ചപ്പാടോ സെറ്റപ്പോ സംവിധാനങ്ങളോ ഒന്നും ആയിരിക്കില്ല ആ ദാമിൽ ആദ്യമായിട്ട് പോകുമ്പോൾ. അപ്പം നമ്മൾ അപരാധം ചെയ്യും. എന്നാൽ ആ ദാമന്റെ മഹിമകൾ ശ്രവണത്തിൽ കൂടി ചെവിയിൽ കൂടിയാണ് നാം ഓരോരുത്തരും ദാമിൽ പോകുമ്പോൾ കാണേണ്ടതെന്ന് ആചാര്യന്മാർ പറയുന്നു. അപ്രകാരം ഇവിടെ ശ്രവണത്തിൽ കൂടിയാണ് ഭഗവാനെ കാണേണ്ടത്. നമുക്ക് നേരിട്ട് കാണാനുള്ള യോഗ്യതയില്ല. ആയതിനാൽ നമുക്ക് ഭാഗവതം തന്നു, അർച്ചവിഗ്രഹത്തെ തന്നു, നേരിട്ട് കണ്ടോളൂ. അതിൽ കൂടി ഭഗവാന്റെ ശ്രവണത്തിൽ കൂടി, കഥയിൽ കൂടി, ഭഗവാന്റെ നാമജപത്തിൽ കൂടി, ഭഗവത് സത്സംഗത്തിൽ കൂടിയും ഭക്തരുടെ അസോസിയേഷനിൽ കൂടിയൊക്കെ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുമെന്ന് പറയുന്നു. കൃഷ്ണനും ഭാഗവതവും തമ്മിൽ വ്യത്യാസമില്ല. ദുര്യോധനൻ കൃഷ്ണനെ നേരിൽ കണ്ടു. എക്സാമ്പിൾ, ദുര്യോധനൻ മിക്കവാറും കൃഷ്ണനെ നേരിൽ കണ്ടു, പക്ഷേ ഭക്തി വന്നോ? ഇല്ല. ഇവിടെ പ്രേമമുണ്ടായില്ല. ദുര്യോധനൻ തൻ്റെ ഹൃദയത്തിൽ ശത്രുത കൂടുകയാണ് ചെയ്തത്. ദുര്യോധനന്റെ ഹൃദയത്തിൽ ശത്രുത കൂടുകയേ ഉള്ളൂ, കൃഷ്ണനുമായിട്ടുള്ള പ്രേമമുണ്ടായില്ല. എന്നാൽ ഭഗവാന്റെ ഭക്തൻ ചെവിയിൽ കൂടി കൃഷ്ണകഥകളും കൃഷ്ണകാര്യം ഭാഗവതവും ഇത്യാദി കാര്യങ്ങൾ, ഭഗവത്ഗീത ഇത്യാദി ഗ്രന്ഥങ്ങൾ, ചൈതന്യ ചരിതാമൃതം എല്ലാം കേട്ട് കഴിയുമ്പോൾ പ്രേമമാണ് ഉണ്ടാകുന്നത്. കാരണം നമുക്ക് പ്രേമം വന്നിട്ട് നേരിൽ കണ്ടാൽ മതി. അത് ഭഗവാൻ അതിനുള്ള അവസരങ്ങളൊക്കെ തരും. അപ്പോ ഇവിടെ രുക്മിണി മാത ബ്രാഹ്മണ പത്നികൾ കൃഷ്ണനെ കണ്ടില്ല, എന്നാൽ കൃഷ്ണനെ പറ്റി കേട്ടു. ഈ രുക്മിണി മാതായോ ആദ്യം ബ്രാഹ്മണ പത്നികളോ ഒന്നും കൃഷ്ണനെ കണ്ടില്ല, പക്ഷെ അവർ കൃഷ്ണനെ പറ്റി കേട്ടിട്ടുണ്ട്. അതിലവർ ആസക്തരായി കൃഷ്ണനിൽ അവർക്ക് പ്രേമം ഉദിച്ചു. നോക്കി. അപ്പൊ നമുക്ക് വേണ്ടി വിഗ്രഹരൂപം തന്നു കാണാൻ, സേവ ചെയ്യാൻ. പാഴ്സീകോ അപകടകാരി, ആത്മീയപരവും ശാരീരികപരവും ഇമോഷണൽ പരവുമായിട്ട്. നോക്കിക്കോ, ഓരോ വ്യക്തി ഇവിടെ ഫാൾസീഗോ വന്നു ആർക്ക്? യുധിഷ്ഠിര മഹാരാജന്. അത് അപകടകാരിയാണെന്ന് ഭഗവാൻ അറിയാം. ഈ ഈഗോയെ ഇല്ലാതാക്കണം. കാരണം എന്താന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇമോഷണൽ പരമായിട്ടും ആത്മീയപരമായിട്ടും ഇത് അപകടമാണ്. ആൾക്കാർ വേദഗ്രന്ഥങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, അവരവരുടെ ബുദ്ധിയിൽ തോന്നുന്നത് ചെയ്യുന്നു. ഇന്നത്തെ ആൾക്കാർ കലിയുഗത്തില് വേദഗ്രന്ഥങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല, അവരവരുടെ ബുദ്ധിയിൽ തോന്നുന്നതാണ് അവർ ചെയ്യുന്നത്. കാരണം പറഞ്ഞു, ഞാൻ ഇത്ര പഠിച്ചു, ഞാൻ ഇത്രയായി, ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി, അദ്ദേഹത്തിന് ഇത്രയും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പിന്നെ പറയുന്നത് എന്തിനാ കേൾക്കുന്നത് എന്നുള്ള മനോഭാവത്തില് അവർ വേദഗ്രന്ഥങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. അവരവരുടെ മനസ്സിലും ബുദ്ധിയിലും ഒക്കെ തോന്നുന്നതാണ് ചെയ്യുന്നത്. കൂടുതൽ സമയം മൈൻഡ് വേദഗ്രന്ഥങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുക എന്ന് പ്രേരണ തരുന്നു. അപ്പോ ഇങ്ങനെയുള്ളവർ, പാഴ്സീകോയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, വേദഗ്രന്ഥങ്ങൾക്ക് കൂടുതൽ സമയവും എതിരായി പ്രവർത്തിക്കുവാനുള്ള പ്രേരണയാണ് നമ്മൾക്ക് തരുന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ദ്രിയ തൃപ്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഈ അവസ്ഥയിലാണ് എല്ലാ വ്യക്തികളും ഇന്ദ്രിയ തൃപ്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ യുധിഷ്ഠിര മഹാരാജ് മൃഗീയ ജീവിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നു. അപ്പൊ യുധിഷ്ഠിര മഹാരാജ് ശരിക്കും ഭക്തനാണ്, ശ്രേഷ്ഠ വ്യക്തിയാണ്. ആ മൃഗീയ ജീവിതത്തിനെതിരായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേദിക് നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ സ്വാതന്ത്ര്യവും സന്തോഷവും കിട്ടുമെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. മറ്റുള്ളവരെ വേദനിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന വേദിക് നിയന്ത്രണത്തില് വേദ അടിസ്ഥാനത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യവും സന്തോഷവും കിട്ടുമെന്ന് അദ്ദേഹം ഇവിടെ കാണിച്ചു തരുന്നു. നമ്മളിവിടെ നമ്മുടെ BMW നിയന്ത്രിക്കണം. BMW എന്ന് വെച്ചാൽ എന്താ? മനസ്സ വാച കർമ്മണ, ബോഡി മൈൻഡ് വേർഡ്. അപ്പോൾ നമ്മൾ BMW യാത്ര ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ കർമ്മം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും
കഴിവതും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ എപ്പോഴും BMW യാത്ര ചെയ്യുക. മനസ്സാ വാച കർമ്മണ. അല്ല, നമുക്ക് മെർസിഡീസ് ബെൻസോ BMW വാങ്ങിക്കണമെന്നല്ല പറയുന്നത്. നാം ഓരോരുത്തരും BMW യാത്ര ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കില്ല. ഭക്തരുടെ സേവ ഭഗവാന്റെ സന്തോഷത്തിനാണ് സമർപ്പിക്കേണ്ടത്. ഈ അവസ്ഥയിൽ സ്വാഭാവികമായി സന്തോഷം വരുന്നു, ഉത്സാഹവും വരുന്നു. അപ്പൊ ഭഗവത് സേവയിൽ സന്തോഷവും ഉത്സാഹവും, സന്തോഷം ഉണ്ടായെങ്കിൽ മാത്രമേ ഭഗവത് സേവയിൽ ഉത്സാഹം ഉണ്ടാകുകയുള്ളൂ, ഇന്തൂജിയാസ്യം ഉണ്ടാകുകയുള്ളൂ. ഉത്സാഹം നിർബന്ധമാണ്. അയ്യോ 8 മണിക്ക് ഇങ്ങനെ പാടില്ല. അപ്പൊ നമുക്ക് ഉത്സാഹം ഉണ്ടായിരിക്കണം. ഭഗവാന്റെ കാര്യം കേൾക്കാനും ഭഗവാനെ സേവ ചെയ്യാനും ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും നമുക്ക് ഉത്സാഹം ഉണ്ടായിരിക്കണം. ഗുരുവും കൃഷ്ണനും കൃപ തരുന്നു, അവർ ആനന്ദിക്കുന്നു. ഭക്തന്റെ വിജയത്തിലും പരാജയത്തിലും ഗുരുവും കൃഷ്ണനും ആനന്ദിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഗുരുവും കൃഷ്ണനും പരാജയത്തിൽ എന്തിനാ ആനന്ദിക്കുന്നതെന്ന്. കാരണം തന്റെ ഭക്തർക്ക് ദൃഢത ഉണ്ടാക്കാൻ വേണ്ടി ഭക്തിയുടെ സേവയിൽ ദൃഢതയും ഉത്സാഹവും ഉന്മേഷവും ഉണ്ടാക്കാൻ വളരെ വളരെ അത്യാവശ്യമാണ്. അതിനു വേണ്ടിയാണ് അവർ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി തരുന്നത്. കാരണം ഒരു ഭക്തന്റെ ഭക്തിയുടെ സേവന മാർഗത്തിൽ ഉണർവും ഉന്മേഷവും ഉത്സാഹവും എല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഗുരുവും കൃഷ്ണനും സന്തോഷിക്കും. കാരണം എൻ്റെ കുഞ്ഞിന് ഞങ്ങൾ ദൃഢത കൊടുക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് അവർ സന്തോഷിക്കുക. അല്ല നമുക്ക് ദോഷം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നമ്മൾ ഭഗവാനെ ചീത്ത പറയും. ഞാൻ 16 മാല ജപിക്കുന്നു, ഞാൻ 4 നിയമം ജപിക്കുന്നു, ഞാൻ 4 നിയമം നടത്തുന്നു, ഞാൻ അവിടെ ചെയ്യുന്നു, ഞാൻ രാവിലെ അഭിഷേകം ചെയ്യുന്നു, ഞാൻ ശൃംഗാരം നടത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ഭോഗം തരുന്നില്ല കൃഷ്ണ, അങ്ങനെയാണ് ഞാൻ വെളിയിൽ നിന്നും കഴിക്കുന്നത്, എന്നോട് എന്തിനു ചെയ്തു ഇതെന്ന് ചോദിക്കും. അല്ലേ? ഇതല്ലേ നമ്മുടെ അവസ്ഥ. ഉള്ള കാര്യങ്ങളല്ലേ എണ്ണി 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 പറയുന്നത്. ഭഗവാൻ പറയുന്നത്, എടാ നീ ഞാനുമായിട്ടുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ, നീ എന്തിനു എണ്ണി പറയുന്നത്? നീ എന്തെല്ലാം ചെയ്യുന്നുള്ളത് എനിക്കറിയത്തില്ല. നിനക്ക് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ശക്തിയും എല്ലാം തരുന്നത് ഞാൻ തന്നെയല്ലേ. അല്ലെ പിന്നെ എങ്ങനെ? എന്നാലും നമ്മൾ എണ്ണി പറയും. നമ്മുടെ സ്വഭാവം ആദസ്യ മജ്ബൂർ, നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ ചെയ്യും. ഭാഗവതം തരുന്നു മനഃശാന്തി, സന്തോഷം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഭാഗവത പുരാണത്തിലോട്ട് ഇമാതിരി രീതിയിൽ നമ്മൾ സന്തോഷത്തോടും ആസക്തിയോടും ഉന്മേഷത്തോടും ഉത്സാഹത്തോടും പോകുമ്പോൾ ഭാഗവതം നമുക്ക് തരുന്ന മനഃശാന്തി, ഉന്മേഷവും സന്തോഷവും ഒക്കെ തരുന്നു. ഉന്മേഷം, പ്രേമം, ഭക്തി, വിശ്വാസം. ഇനിയും വിശ്വാസമുണ്ടെങ്കിൽ ഉയർച്ച ഉണ്ടാകും. അപ്പോൾ വളരെ പ്രാധാന്യമാണ് ഭക്തി മാർഗത്തിൽ വിശ്വാസം വേണം. കുന്തിമാതയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഉത്തരയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, യുധിഷ്ഠിര മഹാരാജന് വിശ്വാസം ഉണ്ടായിരുന്നു ഭഗവാനെ. അപ്പോൾ അവർക്ക് വിശ്വാസം വളരെ നിർബന്ധമാണ്. ഭഗവത് ഭക്തിയിൽ ഭഗവത് സേവയിൽ വിശ്വാസം എങ്കിൽ മാത്രമേ ഉയർച്ച ഉണ്ടാകുള്ളൂ. വിശ്വാസം വന്നാൽ ആത്മാർത്ഥത വരും. അപ്പോൾ ഒരു വ്യക്തിക്ക് എപ്പോൾ വിശ്വാസം വരുന്നോ അപ്പോഴേ അവർക്ക് ആത്മാർത്ഥത ഉണ്ടാകും. ആത്മാർത്ഥത ഇല്ലെങ്കിൽ വിചാരിച്ചോ 50% ആത്മാർത്ഥത വന്നാൽ 50% വിശ്വാസം വരും. 100% വിശ്വാസം വന്നാൽ 100% ആത്മാർത്ഥത വരും. ഉത്സാഹം, സീരിയസ്നെസ്, ദൃഢത ഇത്യാദി വരും. അപ്പോൾ വിശ്വാസം വരുമ്പോൾ നമുക്ക് ഉത്സാഹം ഉണ്ടാകുന്നു, സീരിയസ്നെസ് ആകും, നമ്മൾ ഭക്തി മാർഗത്തിൽ ദൃഢത ഉണ്ടാകും, ഇത്യാദിയൊക്കെ നമുക്ക് വരും. ഒന്ന്, സാധന ഭക്തി നമ്മൾ ഇന്ദ്രിയത്തിൽ കൂടി ചെയ്യുന്നതാണ്. നാമം ജപിക്കുന്നത്, ഭഗവത് സർവീസ് എല്ലാം നമ്മൾ സാധന ഭക്തി ഇന്ദ്രിയത്തിൽ കൂടി ചെയ്യുന്നത്. 2, ഭാവം ഉണ്ടാക്കാൻ ചെയ്യുന്നതാണ്. സാധന ഭക്തിയിൽ കൂടിയാണ് നമുക്ക് ഭാവം ഉണ്ടാകുന്നത്. 3, ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നത്. അപ്പൊ ഗുരു പറഞ്ഞ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി നമ്മുടെ ഭക്തിയുടെ സേവനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പം ഹരിനാമജപം ആദ്യത്തെ. ഇനി ഹരിനാമത്തെ പറ്റി പറയാം. എന്തുകൊണ്ടാണ് പലരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു? ഓരോ ഹരിനാമ ജപത്തിൽ പൊതുവെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട്. അതിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹരിനാമ 108 മുത്ത് എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ 8 മുത്ത് നമുക്കറിയാം, 8 സഖികൾ. ഹരിപൂർ ലളിത സഖി 8 സഖികൾ ഏതൊക്കെയാണെന്ന് പറയാം. ലളിത സഖി, വിശാഖ സഖി, ചമ്പകലത, ചിത്ര, തുംഗവിദ്യ, ഇന്ദുലേഖ, രംഗദേവി, സുദേവി. ഇങ്ങനെ 8 സഖികൾ. ഇനിയും 9 തൊട്ട് 72 മുത്ത് ഓരോ അഷ്ടഗോപികളാണ്. 9 തൊട്ട് 72 മുത്തുകൾ ഓരോ അഷ്ടഗോപികൾ. അപ്പൊ 8 × 8 64 പ്ലസ് മുകളിലത്തെ 8 ഗോപികൾ, അങ്ങനെ 72 ഓരോ ഗോപികളാണ്. 72 മുത്തും ഓരോ ഗോപികളാണ്. ഇനിയും 73 തൊട്ട് 104 മുത്ത് വരെ, അതായത് 32 മുത്ത് ഭഗവാൻ കൃഷ്ണന്റെ നിത്യ സഖാക്കളാണ്. അതായത്
73 തൊട്ട് 104 മുത്ത് വരെ 32 മുത്ത് ഭഗവാൻ കൃഷ്ണന്റെ നിത്യ സഖാക്കളാണ്. 105-ാമത്തെ മുത്ത് ഗോപേശ്വര മഹാദേവനാണ്, ശിവഭഗവാനാണ്. 106-ാമത്തെ മുത്ത് പൂർണിമാസ ദേവിയാണ്. 107-ാമത്തെ മുത്ത് വൃന്ദാദേവിയാണ്. 108-ാമത്തേത് വരുണി ദേവിയാണ്. അങ്ങനെ ഭഗവത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഈ ഹരിനാമ ജപത്തിൽ ഒരുപാട് 108 എന്തുകൊണ്ട് ചെയ്യുന്നു, 108 എന്തുപോലെ ചെയ്യുന്നു, 150 ആയിക്കൂടെയോ, 107 ആയിക്കൂടെയോ, ബ്ലാ ബ്ലാ ബ്ലാ. പിന്നെ ജ്യോതിശാസ്ത്രത്തിൽ അത് അടുത്തൊരു ദിവസം പറയാം. ജ്യോതിശാസ്ത്ര പ്രകാരവും ഈ 108-ന് കണക്കുണ്ട്. അപ്പൊ ഹരിനാമം എന്തുകൊണ്ടാണ് ഭഗവാൻ തന്നെന്ന് എല്ലാത്തിനും കാരണമുണ്ട്, പഠിക്കണം അത്രമാത്രം. അപ്പൊ ഭഗവത് ഭക്തി ഹീനസ്യ ജാതിശാസ്ത്രം ജപസ്തവ അപ്രാണ സേവ്യ ദേഹസ്യ മണ്ഡലം ലോകരഞ്ജനം. കൃഷ്ണന് ഭക്തിയില്ലാത്ത ഒരുവന്റെ മഹാകുലത്തിലെ ജന്മമാണെങ്കിലും മഹാരാജ്യത്തിലെ ജനനമാണെങ്കിലും അത് വൃതയാണ്. വേദശാസ്ത്രത്തിലുള്ള ജ്ഞാനം, ജപം, തപം, വേദമന്ത്ര പഠനം എന്നിവയെല്ലാം മൃതശരീരത്തിലിട്ട ആഭരണം പോലെ. ഹരി ഭക്തി സുതോയത്തിൽ പറയുന്നതാണിത്. അപ്പോ ഭഗവാന്റെ ഭക്തി, ഭഗവാനിൽ വിശ്വാസമില്ലെങ്കിൽ ആ വ്യക്തിയുടെ വിദ്യാഭ്യാസം, ആ വ്യക്തിയുടെ സൗന്ദര്യം, ആരോഗ്യം, പിന്നെ അറിവ്, ഇതെല്ലാം ശവശരീരത്തിലിട്ട ആഭരണങ്ങൾ തുല്യ. ശവശരീരത്തിന് എന്തെല്ലാം ആഭരണം ഇട്ടാലും എന്ത് പറയും? മദ്രാസിലുള്ള ശവങ്ങളെ ദഹിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പം കണ്ണാടിയും സിഗരറ്റും മാലയൊക്കെ പഠിച്ച ടങ്കണക്ക 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 ടണ്ടണക്ക എന്ന് പാടി നൃത്തം ചെയ്തല്ലേ പോകുന്നത്. എന്ത് പറയും? ആ ശരീരത്തിൽ എന്തിട്ടിട്ട് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞ പോലെ ശവശരീരത്തിലിട്ട ആഭരണത്തിന് തുല്യമാണ്. പൃഥ്വിഭൂഷണം രാജോ നാരീണാം ഭൂഷണം പതി സർവരി ഭൂഷണം ചന്ദ്രോ വിദ്യ സർവസ്യ ഭൂഷണം. ഏത് വസ്തു അനുയോജ്യമായതുമായി ചേരുമ്പോൾ മാത്രം സൗന്ദര്യമുണ്ടാകുന്നു. ഏത് വസ്തു. അപ്പൊ നമ്മൾ അനുയോജ്യമായത് ഭഗവാനുമായിട്ട് ചേരുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യം ഉണ്ടാകുകയുള്ളൂ. ആകാശം അഴകാകുന്നത് നക്ഷത്രങ്ങളും താരങ്ങളും അതുപോലുള്ള നിറങ്ങളും ഒക്കെ മാറുമ്പോഴാണ് കാണുമ്പോൾ ആകാശം സൗന്ദര്യമായി അഴകായി തോന്നുന്നത്. നല്ല രാജാവ് ഉണ്ടായെങ്കിൽ മാത്രമേ രാജ്യം അഴകായി വരൂ, സുന്ദരമാകൂ, സൗന്ദര്യമായിട്ട് വരൂ. കന്യകമാർക്കുള്ള അവർ ഭർത്താവുമായിട്ട് ചേരുമ്പോഴാണ് അവരുടെ അഴക് കൂടുന്നത്. അപ്പം നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട. വിദ്യ സർവസ്യ ഭൂഷണം. ഒരാൾ നല്ല വിദ്വാനായാൽ സുന്ദരനായി. വിദ്യ സർവസ്യ ഭൂഷണം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരിബോ. ഹരേ കൃഷ്ണ പ്രഭു. 106-ാമത്തെ വൃത്തിന്റെ പേര് പറഞ്ഞു. എന്തോ 106. പൂർണിമാസ ദേവി. പൂർണിമ, അതായത് ഭഗവാന്റെ പിന്നെ ലീലകളിലൊക്കെ ഈ കൃഷ്ണൻ രാധയുമായിട്ടൊക്കെ അടിപിടിയൊക്കെ ഉണ്ടാകുമ്പം അവിടെ വന്ന് രക്ഷപ്പെടുത്തുന്ന പൂർണിമാസ ദേവിയാണ്. കാരണം കൃഷ്ണൻ ഇല്ലാത്ത കുത്തിത്തിരിപ്പുകളെല്ലാം ഉണ്ടാക്കും. അപ്പൊ അവസാനം കൃഷ്ണൻ ഓടിച്ചെന്ന് ശരണം പ്രാപിക്കുന്ന പൂർണിമാസ ദേവിയാണ്. അവർ വന്നിട്ടാണ് പിന്നെ അത് സോൾവ് ആക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. വളരെ നല്ല പ്രഭു. ഇത്ര നല്ലൊരു ക്ലാസ് തന്നതിന് നന്ദി പറയുന്നു പ്രഭു. എനിക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമോ പ്രഭു? 108 മുത്തുകളുടെ. പറയാം. ഓക്കെ, ഞാൻ പെട്ടെന്ന് പോയത് 9 മണിക്കുള്ളിൽ തീർക്കാൻ വേണ്ടിയായിരുന്നു മാതാജി. കാരണം അല്ലെ നിങ്ങൾ പറയും അടുത്ത ഇതുണ്ട്. അപ്പൊ അതെനിക്കൊരു വിഷമമാണ്. ഓക്കെ, ഇനി ഒന്നുകൂടെ പറയാം. നമുക്കറിയാം 8, അതായത് ജപമാലയിലെ ഒരു നൂലുണ്ടല്ലോ, 8 മുത്ത് കഴിയുമ്പോൾ ഒരു നൂലുണ്ടല്ലോ അല്ലേ? ആ 8 മുത്തുകള് ഭഗവാന് ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയ അഷ്ടസഖികളാണ്. അവരാരൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ലളിത സഖി, ഒന്ന് വിശാഖ സഖി, ശംബകലത, ചിത്ര, തുംഗവിദ്യ, ഇന്ദുലേഖ, രംഗദേവി, സുദേവി. ഈ 8 വേണ്ടപ്പെട്ട ഭഗവാന്റെ 8 വേണ്ടപ്പെട്ട സഖികൾ. ഇനി ഒന്ന് പതുക്കെ ഒന്ന് പറയോ? 8 പേരെ പേരൊന്ന് പറഞ്ഞു തരുമോ? ലളിത സഖി, ലളിത സഖി, വിശാഖ സഖി, അതെഴുതി. ചമ്പകലത, എഴുതിക്കോട്ടെ സർ. ചമ്പക, ചമ്പക, ചിത്ര, തുംഗവിദ്യ. എന്തോന്ന്? തുംഗവിദ്യ, ഇന്ദുലേഖ, രംഗദേവി, ഗംഗ,
രംഗ ഗംഗദേവി. രംഗ ആ രംഗ. ആ, രംഗ. ഗോരംഗന്റെ രംഗ. ആ, സുദേവി. സുദേവി. അതുകൊണ്ട് ആചാര്യന്മാർ പറഞ്ഞ കുറഞ്ഞ പക്ഷം ഈ 8 മുത്തുകളെങ്കിലും കോൺസെൻട്രേഷനോടുകൂടി ജപിക്കണം എന്ന് പറയുന്നു. ഇനി 9 തൊട്ട് 72 മുത്ത്. 72. ആ, 9 തൊട്ട് 72 മുത്തുകൾ ഓരോ അഷ്ടകോപികൾ. ഓരോ അഷ്ടകോപികൾ. അപ്പൊ 8 × 8 എത്ര? 64. 8 64. അതിന്റെ കൂടെ മുകളിലത്തെ 8 അഷ്ടസഖികളും കൂടെ ചേർക്കുമ്പോ എത്ര? 72 ആയി. 72. ആ, ക്ലിയർ ആയേ? ആ. ഇനിയും 73 തൊട്ട് 104 മുത്ത് വരെ 32 മുത്തുണ്ട്. ഇത് ഭഗവാൻ കൃഷ്ണന്റെ നിത്യ സഖാക്കളാണ്. 102 അല്ലേ? 173 മുതൽ 104 മുത്ത് വരെ 32 മുത്ത്. ആ 74 വരെ 32 മുത്ത്. ആ 32. 72 മുത്ത് പറയണം പ്രഭുജി. ഭഗവാൻ കൃഷ്ണന്റെ നിത്യ സഖാക്കളാണ്. നിത്യസഖാക്കൾ. 105-ാമത്തെ മുത്ത് ഗോപേശ്വര മഹാദേവൻ, അതായത് ഭഗവാന്റെ ദ്വാരപാലകനായിട്ടാണ് ചക്ലേശ്വര മഹാദേവൻ, ഗോപേശ്വര മഹാദേവൻ. ഇങ്ങനെ ആയിട്ട് നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോൾ ആദ്യം ശിവഭഗവാന്റെ പെർമിഷൻ വായിച്ചിട്ട് ഭഗവാന് ദർശനം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 105-ാമത്തെ മുത്ത് ഗോപേശ്വര മഹാദേവൻ. ഗോപേശ്വര. 106-ാമത്തെ മുത്ത് പൂർണിമാസ ദേവി. ഓക്കെ. പൂർണിമ സുതദേവി. പൂർണിമാസ ദേവി. 107-ാമത്തെ മുത്ത് വൃന്ദാദേവി. 108-ാമത്തെ മുത്ത് വരുണിനി ദേവി. വരുണിനി. ഇത്രയാണ്. ഇനിയും വേറെ ജ്യോതിശാസ്ത്രപരമായിട്ട് 108-ന്റെ മഹിമയുണ്ട്. അത് വേറെ ദിവസം പറഞ്ഞാൽ. ഒരുപാട് 108-ന് ഒരുപാട് കാരണങ്ങൾ വേദത്തിൽ പറയുന്നുണ്ട്. നമ്മൾ പൊതുവെ പറയുന്ന നല്ല ഒരു ആധാറാണ് ഭഗവാന്റെ സേവയിൽ എന്നെയും കൂടി ചേർക്കണം എന്നുള്ളത്. അതല്ലാതെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും? ഒന്നാമത്തെ സഖിയുടെ ഒന്ന് പറയും, ഒന്നുകൂടെ പറയും, കേട്ടില്ലായിരുന്നു. ഏതൊന്നാമത്തെ? അഷ്ടസഖികള്. ലളിത സഖി, വിശാഖ സഖി, ചമ്പക ലത, ചമ്പകലത, ചിത്ര, പുങ്കവിദ്യ, ഇന്ദുലേഖ, ഗംഗാദേവി, സുദേവി. അല്ലേ പ്രഭുജി? സുദേവി കറക്റ്റാ. സുദേവി. ഹരേ കൃഷ്ണ പ്രഭുജി. കേട്ടോ പ്രഭുജി, ഇത് അറിഞ്ഞതിൽ വലിയ ഉപകാരം, ഭയങ്കര ഒരു. ഞാൻ നിങ്ങളുടെ ദാസനാണ്. ഉപകാരം. ഹരേ കൃഷ്ണ. ഈ വരുണി ദേവിയാണ് കൃഷ്ണനും രാധേനും തമ്മില് തെറ്റുമ്പോൾ തിരിച്ചതാണ് അല്ലേ? അതെല്ലാം കൃഷ്ണ ലീലയിലുള്ളതാണ് മാതാജി. കാരണം ഇതിന്റെ മഹിമ നമ്മൾ മനസ്സിലാക്കണ ചൈതന്യ ചരിതാമൃതം പഠിക്കണം. ചൈതന്യ ചരിതാമൃതം പഠിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഈ അർത്ഥമൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് ഒരു തലത്തിലെത്തും. കാരണം ഒരിക്കലും ഒരു ലീലയുണ്ട്. ഞാൻ പറയുന്നത് തെറ്റുണ്ട്. സമയം 9 ആകുന്നു. ഇതിവിടെ പറഞ്ഞിട്ട് അല്ലെ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോറി. അതായത് നമ്മുടെ ഒരു ആചാര്യനുണ്ട് വൃന്ദാവനത്തില്. അദ്ദേഹം നമ്മുടെ സമ്പ്രദായത്തിലല്ല, വേറെ സമ്പ്രദായം. അദ്ദേഹം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശാസ്ത്രം പറയുന്നുണ്ട്, ശരിക്കും വളരെ കോൺസെൻട്രേഷനായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പല ലീലകളും നമുക്ക് എപ്രകാരം ഫിലിം ഷോ കാണുന്നു അപ്രകാരം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. നമ്മൾ അറിയാത്ത ലീലകൾ, നമ്മൾ കേൾക്കാത്ത ലീലകളൊക്കെ ആ സമയത്ത് മനസ്സിൽ തെളിഞ്ഞു. അത് ഭഗവത് കൃപയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഇദ്ദേഹം ഒട്ടുമിക്ക ആൾക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന സമയത്ത്
ഭഗവാനെ കാണുകയാണ് വെണ്ണ മോഷ്ടിക്കുന്നതായിട്ട്. വെണ്ണ മോഷ്ടിക്കുന്നതായിട്ട് ഭഗവാനെ കാണുന്ന സമയത്ത് ഭഗവാൻ വെണ്ണ എടുക്കുന്നു, തിന്നുന്ന സമയത്ത് ഭഗവാന്റെ ഉത്തിരിയെ ഉരിഞ്ഞു പോവും പുറകെ കൂടെ. അപ്പം ഈ ആചാര്യൻ ചിരിച്ചിട്ട് പറഞ്ഞു, അയ്യയ്യോ ദേ നിന്റെ മുണ്ടുരിഞ്ഞു പോകുന്ന, നിന്റെ ഉത്തിരി ഒരിഞ്ഞവന് പിടിക്കാൻ. അപ്പൊ ആചാര്യനോട് പറഞ്ഞു, ഞാൻ വെണ്ണ തിന്നാൻ പോകുന്നോ മുണ്ടുടിക്കാൻ പോകുന്നു, ഒരു കയ്യിൽ കുടം ഒരു കൈ വെണ്ണ, ഞാൻ 2 കൈയേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പം ആചാര്യൻ ചിരിച്ചപ്പോ ടാങ്ന്ന് 2 കൈയുടെ വന്നിട്ട് പുറയുന്ന ഉത്തരിയും എടുത്തു. അപ്പൊ ഞാൻ ചതുർബാഹുവുമാണ്, ഞാൻ ദുർബാഹുവുമാണ് എന്ന് കാണിച്ചത്. അപ്പൊ ഇതാണ് ഭഗവാനും ഭഗവാന്റെ ഭക്തരും തമ്മിലുള്ള ലീല. ഇങ്ങനെ ഓരോ വൃജലീല നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ ജപിക്കുന്നത് ഏത് ഭാവത്തിലാണ്, ഏത് അടിസ്ഥാനത്തിലാണ്, എവിടെയാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്ന് മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് ഈ ഹരിനാമ ജപത്തിന്റെ ഓരോ അർത്ഥങ്ങളും ഓരോ കാര്യങ്ങളും ആചാര്യന്മാരുടെ ടീക്കയിൽ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രുചി കിട്ടൂ. കാരണം ഇതെല്ലാം ആചാര്യന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നമ്മളൊന്ന് ജപിച്ചോണ്ടങ്ങ് പോവേല, ഇതൊന്നും അറിയില്ല ഒരു ജപം. അല്ല, എന്നാലും അത് വളരെ ഗുണം. എത്ര പേർക്ക് ജപിക്കാനുള്ള അവസരം തരുന്നു? ഇല്ലല്ലോ. നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള പ്രഭു ഏറ്റുമാനൂര് വന്നപ്പോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റുമാനൂര് സെന്റർ ഉദ്ഘാടനത്തിന് നാമഘട്ട. പ്രഭു മാതാജി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ജയേഷ് പ്രഭുവിന്റെ ഗ്രൂപ്പ് ഞങ്ങളുണ്ട്. പ്രഭുവിന്റെ ക്ലാസ് നേരത്തെയും കേട്ടിട്ടുണ്ട്. പിന്നെ പ്രേമ വൃന്ദാവനം. ഓക്കെ. അത് ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ക്ലാസ്. ജയേഷ് പ്രഭുവിന്റെ ഗ്രൂപ്പ്. ബോറടിച്ചിട്ടുണ്ടല്ലേ? ഇല്ല. പുതിയ അറിവുകളൊക്കെ വരും. എന്റെ ക്ലാസ്സിലെ മാതാജി ഞാൻ ഛർദിക്കുന്നു അത്ര മാത്രം. ജയേഷ് പ്രഭു എപ്പോഴും പറയും എന്റെ ഗുരു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആയെന്നൊക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച എന്തായാലും ഇത്രയും ആൾക്കാർ, ഹരേ കൃഷ്ണ, ജയോ. ആൾക്കാർ വന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി, ഗൗരപ്രിയ സച്ചി മാതാജി ഏതായാലും ഗുരുമഹാരാജിന്റെ പാദം ഹരേ കൃഷ്ണ പ്രഭു. സന്തോഷം, വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. प्रणाम प्रभु जी। प्रणाम प्रभु जी। थैंक यू। हरे कृष्णा। हरे बोल, जय हो, हरे जय हो। कृष्णा।